കുഞ്ഞാപ്പോ എന്താ ഇവിടെ കാര്യമാണ്? കാര്യല്ലടാ വാവാ, ഞാനേ ഇമ്മ പറഞ്ഞു കോയിറച്ചി വാങ്ങാന് നാളെ പെരുന്നാളല്ലേ. നാളെ പെരുന്നാളാണ്. അപ്പൊ അമ്മ അത് പോത്തിറച്ചി ഇനി പള്ളിക്കന്ന് കിട്ടും. രണ്ടാം പെരുന്നാൾക്ക് ഒന്ന് വറുത്തിട്ട് പള്ളിക്കന്ന് കിട്ടും. കുഞ്ഞാപ്പോ കുറച്ച് കോയിറച്ചി കുറച്ച് ഉമ്മക്ക് 150 ഉറുപ്പ്യന്ന് അത് കെട്ടിട്ടിരിക്കണ് കീസയ്യ. അങ്ങനെ ഞാന് അങ്ങനെ ഇപ്പൊ ഉമ്മ അറിയ നെയ്ച്ചോറ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുക. ഉമ്മ ആശാത്താടെ പോയപ്പോ പാവാണ് ആശാത്ത കുറച്ച് അരി തന്ന്, ബിരിയാണിയൊക്കെ അരി ഇല്ലേ, അത് തന്ന് നെജ്ജി മേടിച്ചാ മതിയായിരുന്നു. കടയിൽ നെജ്ജി മേടിച്ചാ മതി. അപ്പൊ ഉമ്മ അറിയാ ആസാദ അതെന്നാ പാട് മരിയോളം അറിയാത്തറ. നിങ്ങക്ക് എന്താ തണ്ണ? നിങ്ങക്ക് തണ്ണ ഉണ്ടാവൂലല്ലോ, നിങ്ങൾ ആരും നയിക്കണ കാലം അതേ നയിക്കണല്ലേ, ഒരു നയിക്കണല്ലേ. ആശാത്താന്റെ മോണ്ടല്ലോ, അപ്പൊ ആ പെണ്ണത്തിന്റെ മാപ്പിളല്ലേ, ആ പെണ്ണത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്ര. അപ്പൊ ആശാത്ത എമ്മാണ് അത്ര വിവാഹത്ത് വെച്ച് കാര്യമൊക്കെ ഒന്നും വേണ്ട, ഓളെ വാക്കൊന്നും കേൾക്കണ്ട, ഓൾക്ക് മൂത്ത ഭ്രാന്താണ്. ഓൾക്ക് ഇപ്പൊ വേറെ പോകണ അത് പറ്റിയില്ല, ആ ദേശീയാണ് ഓൾക്ക്. ഇജ്ജിത് കൊണ്ടുപോയിക്കോ, എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ. ഉമ്മക്ക് നാളെ പനി പിടിച്ചിട്ട് ഉമ്മ കൊറേ പനിക്ക് പോയിട്ട് അപ്പൊ ഉമ്മ പോയതാണ്. ഉമ്മ പോയത് എന്താ വെച്ചാൽ പെരുന്നാളല്ലേ, അപ്പൊ എന്തെങ്കിലും കിട്ടിയിട്ട് പോയതാണ്. അത് ഓർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഉമ്മ അറിഞ്ഞ് അവിടെ അടിച്ചവരൊക്കെ കൊക്കട്ടെ, ഞാശാത്ത എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞാപ്പോ പെരുന്നാളല്ലേ. എന്തായാലും കുപ്പായം നിർത്തിട്ടില്ല കേട്ടാ. കുപ്പായം നാളെ ഓരോന്ന് അമ്മായിൻ്റെ തന്നിട്ട് എനിക്ക് പഴയ കുപ്പായം തന്നിട്ടുണ്ട്, അത് മതിയല്ലോ. അങ്ങനെ അരി വന്നപ്പോ ഉമ്മ അറിഞ്ഞ് കുഞ്ഞാപ്പോ നെയ്ച്ചോറ് വെക്കാന്ന്. അപ്പൊ ഉമ്മ 150 ഉറുപ്പ്യ തന്നിട്ട് ഞാൻ 150 കെട്ടി വെച്ചിട്ടാ. ഞാനും മോനെ എന്നോട് പറയാം വാവാ ഇറച്ചിപ്പരേക്ക് പോയിട്ടാ. എത്ര പോരും ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 150 ഉറുപ്പ്യ കോഴിയാണ്. അപ്പൊ ചങ്ങായി 150 ഉറുപ്പ്യ കോഴിയൊന്നും ഇല്ല ഇവിടെ, കോഴിക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ നോക്കി ചിരിക്കുക. ഏതാണ് ചങ്ങായി 150 ഉറുപ്പ്യ കോഴിക്ക് വന്നിട്ട് എന്നോട് പറയും, എന്നോട് പിന്നെ തരാം, പിന്നെ അങ്ങോട്ട് പോയിക്കോ, അവിടെ ഉണ്ട് ഇറച്ചി തുക്കി കൊടുക്കണെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ചെന്നപ്പോ ആ ചങ്ങായിനോട് പറഞ്ഞു കോഴിയൊക്കെ തരാം, കുറച്ചൊക്കെ ആദ്യം ഇവർക്കൊക്കെ കൊടുക്കട്ടെ, എനിക്ക് 150 ഉറുപ്പ്യ തരാറ്. എന്നോട് പറയാൻ കാത്തുനിന്ന് നേരം വൈകി. എന്നിട്ട് അയാൾ പറഞ്ഞു കോഴിയൊക്കെ കുഞ്ഞാപ്പോ ഒരു കാര്യം ചെയ്യ്, വലിയൊരു കോഴിനെ എടുത്തു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 150 ഉറുപ്പ്യ തന്നാളെ പറഞ്ഞു. 150 ഉറുപ്പ്യ കിട്ടാനൊന്നുമില്ല, ബാക്കി പൈസ തന്നാ മതിയായിരുന്നു. അപ്പൊ എനിക്ക് പേടിൻ്റെത് കാലില്ല, ഇനി ഉമ്മ എന്തോ പറയിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല, അങ്ങോട്ട് പോന്നു. അപ്പൊ കോഴി വാങ്ങിയില്ലടാ. കോഴി വാങ്ങാതെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇനി ഉമ്മ ചീത്ത അറിയോ പേടിച്ചിരിക്കാണ് ഞാന്. അപ്പൊ ഇപ്പൊ നാളെ പെരുന്നാളൊക്കെ ആയിട്ട് ഇപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യണ്ടാ? കാര്യല്ലേ, കോഴി കിട്ടില്ല അമ്മനോട് പറയണോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മയോട് പറയാച്ചിട്ടാണ്. അപ്പൊ എനിക്ക് തിന്നണ്ടപ്പോ നാളെ പെരുന്നാളായിട്ട്? നാളെ തിന്നണം. നാളെ ഞാൻ രാവിലെ ആശാത്തോടൊക്കെ പോകും ചായ കൂടി കഴിഞ്ഞിട്ട്. അപ്പൊ പെരയിലൊന്നും ഉണ്ടാക്കണില്ല? അപ്പൊ ഓരോന്ന് ചോറ് കഴിക്കാലോ. അപ്പൊ എന്റെ അമ്മക്കോ? ഉമ്മനും കൊണ്ടുപോകണോ? ഞങ്ങൾ രണ്ടാം പെരുന്നാക്ക് മുത്താപ്പാർക്ക് പോവല്ലോ. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ന് ഇറച്ചി വാങ്ങണില്ല. വാങ്ങാനല്ലേ 150 കിട്ടൂലാർന്നീ. അപ്പൊ എനിക്ക് പറഞ്ഞാൽ മതി, ഞാൻ അമ്മനോട് ഒരു 50 ഉറുപ്പ്യ കൂടി മേടിക്കട്ടെ, എന്നാ വലിയ പൈസ ആവൂലേ. അപ്പൊ ഇറച്ചി കിട്ടിയേക്കാരല്ലേ. കിട്ടും, അല്ലെങ്കിൽ പോത്തിറച്ചി വാങ്ങിക്കോ. പോത്തിറച്ചി ഒന്ന് പറിച്ച് കിട്ടുമെന്ന് പറഞ്ഞിങ്ങനെ ഉമ്മ. പള്ളിക്കന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ വാങ്ങണ്ടല്ലോ. ശരി. അപ്പൊ കോഴി ഇറച്ചി എനിക്ക് നല്ല രസമാണ്, കോഴി പൊരിച്ച് തിന്നാനേ നല്ല രസം ഉണ്ടാവൂലേ. എന്നോട് പേർക്ക് തൊള്ളാൻ വെള്ളം വരുന്നു. വെള്ളം വരുന്നില്ല, കോഴി ഇറച്ചിന്റെ മണം കേൾക്കുമ്പോൾ വെള്ളം വരില്ലേ. എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമല്ല. എന്റെ അമ്മക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അല്ല അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ പെരുന്നാളായിട്ട് ഇപ്പൊ നാളൊക്കെ പെരുന്നാളല്ലേ? നാളെ പെരുന്നാളാണ്. ഞങ്ങൾ പെരുന്നാൾ ചോറൊക്കെ കഴിച്ചിട്ട് മുത്താപ്പാടക്ക് പോകും. മുത്താപ്പ ഉണ്ടോ അവിടെ? മുത്താപ്പൊക്കെ അവിടെ ഉണ്ടല്ലോ. മുത്താപ്പ കൊടുക്കും പോക്കൊന്നുമില്ല. മുത്താപ്പൊക്കെ വെച്ചടാ കാലുകൊണ്ട് എത്ര കാലം എന്താണ് ഭയങ്കര ഇവിടെ നിന്ന് കടച്ചലാന്ന്. എനിക്ക് തോന്നിയേ മൂത്താപ്പാനെ കൊണ്ട് എല്ലേ പണി ചെയ്യിപ്പിക്കും. മൂത്തുമാക്ക ആണെങ്കിൽ ഏത് നേരം ഉറക്കാത്താലോടക്ക് പോക്കാണ് മൂത്തുമാക്ക. ഉറക്കാത്തപ്പോ വേറെ അല്ലേ. സെഫിയാത്താലോടക്കും പോവും, അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും. മൂത്താപ്പാക്കാണെങ്കിൽ എന്നോട് പറയാം ഒന്നും പോകാൻ പറ്റൂല, നല്ല പണിയൊക്കെ മൂത്താപ്പ ചെയ്യണം. ഇപ്പൊ പാവല്ലേ, പാവാണ്. പൈസ എനിക്ക് നാളെ 10 ഉറുപ്പ്യ ഞാൻ 2 ലൈസ് മേടിച്ചു. ഒരു മൂന്നാമത്തെ വെച്ചപ്പോ അയാൾ തന്നെ തരില്ലായിരുന്നു. ഒന്നിന് 5 ഉറുപ്പ്യ അത്ര. മൂന്നാം തന്നൂടല്ലേ, ഒന്നും കൊടുക്കായിരുന്നില്ലേ. 2 കൊടുത്തില്ല, 3 കിട്ടണമെങ്കിൽ 1 കൊടുത്തിരുന്നു. അല്ല എന്റെ അന്ന് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് അടിച്ചു വണ്ടിട്ട് എന്ത് പറഞ്ഞു? വണ്ടിട്ടല്ല മൂത്താപ്പ അവിടെ എന്താണ് കോച്ചങ്ങളെ
കൊലാമി ഇവിടൊക്കെ തുപ്പി ഇറക്കത്രേ. അല്ലേ മുതാ പറയാ ഞാൻ കോളാമ്പി ഒന്നും കൊണ്ടുപോയിട്ടില്ല, ഇവിടൊക്കെ തുപ്പി അത്ര. അവിടെ എന്താ ഫ്ലാറ്റ് അത്ര, ഫ്ലാറ്റിലൊക്കെ ഫ്ലാറ്റ് വലിയ ഫ്ലാറ്റ് അല്ലേ. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ ഓർക്കൊക്കെ സെയിമാഡാ അത്ര. അമ്മ അറിയാ ഓർക്കൊക്കെ സെയിമാഡാണ്. അടുത്ത ആൾക്കാരൊക്കെ വന്നിട്ട് അവിടൊക്കെ തുപ്പാണ്. അതാണല്ലേ. അപ്പൊ ഒരു വലിയ ഐഡിയ എടുത്തിട്ട് മുത്താപ്പാനെ വല്ല പറഞ്ഞയച്ചതാണ്. മൂത്തമാനെ വിളിച്ചത്രേ. ഉമ്മ അങ്ങനെയൊക്കെയാണ് അപ്പ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്? അപ്പൊ മൂത്തമ്മ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നാട്ടെങ്ങി നിങ്ങള് എന്തായാലും ചെയ്ത് ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പറഞ്ഞയച്ചാളി. എന്നിട്ട് മൂത്തമാക്ക് വെജാന്ന് പറഞ്ഞിട്ട് മൂത്താപ്പാനോട് കൊടുന്നതാണ്. പിന്നെ അതന്നെയാണ്. പിന്നെ മറ്റേ ജില്ല പറഞ്ഞേ ബാംഗ്ലൂര് നിക്കാൻ പോയിക്കാണെങ്കിൽ വരില്ലാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പിന്നെ എന്താണ് എന്നാ ഇറച്ചി വാങ്ങാൻ പോവാല്ലേ? അങ്ങോട്ട് പോയി പെര പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. ഇമാനോട് ഒരു 50 കൂടി മേടിച്ചിട്ടേ ഇറച്ചി വാങ്ങട്ടാ. എന്നാ പോയിക്കൊന്നാ. പിന്നെ എങ്ങനെ പോണ്? അങ്ങനല്ലേ എടാ വാവാ ഇമ്മ പറഞ്ഞിരിക്കണ് ഈദ് മുബാറക്ക്, എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈ കുഞ്ഞാപ്പിന് ആവാനി വക എല്ലാവർക്കും ഈദ് മുബാറക്ക്.